നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം യോഗപ്രകരണമാകുന്നു. കല്യാണവർമാവ് തൻ്റെ പ്രധാന കൃതിയായ സാരാവലിയിൽ ജ്യോതിഷ യോഗ ചർച്ച വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. നാം ദ്വിഗ്രഹയോഗം, ത്രിഗ്രഹയോഗം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ചതുർഗ്രഹയോഗം നാം ചർച്ച ചെയ്യുന്നത് സൂര്യനും ചന്ദ്രനും ചൊവ്വയും ശനിയും തമ്മിലുള്ള ഒരു യോഗമാണ്. ഈ യോഗത്തിൽ 3 പാപഗ്രഹങ്ങളാണ്: സൂര്യൻ, ചൊവ്വ, ശനി. ശുഭഗ്രഹമായി ചന്ദ്രനുമുണ്ട്. പക്ഷെ അവിടെ ചന്ദ്രന് ശുഭഗ്രഹമായി നമുക്ക് പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണ്? സൂര്യനും ചന്ദ്രനും കൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ അത് അമാവാസിക്ക് അടുത്ത് മാത്രമേ ഒന്നിച്ച് നിൽക്കുകയുള്ളൂ. എത്രത്തോളം സൂര്യനിൽ നിന്ന് ചന്ദ്രൻ അകന്ന് നിൽക്കുമ്പോഴാണ്, സൂര്യൻ്റെ യഥാർത്ഥ 7ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴാണ് പൗർണമി വരുന്നത്. മറിച്ച് അടുത്തടുത്ത് വന്ന് സൂര്യനോട് കൂടെ യോഗം ചെയ്യുമ്പോഴാണ് കറുത്ത വാവ് അമാവാസിയും വരുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിനാൽ ഇതൊരു നല്ല യോഗമായിരിക്കില്ല. കാരണം അവിടെ ചന്ദ്രൻ വളരെ ദുർബലമാണ്. ചന്ദ്രൻ പാപയോഗ കർത്താവായിട്ടാണ് അവിടെ നിൽക്കുന്നത്. 3 പാപഗ്രഹങ്ങളെ ഇടയിൽ ചന്ദ്രൻ നിന്നാലും ബുധൻ മൗഢ്യത്തോടുകൂടെ വന്നാലും യാതൊരു ബലവും ഉണ്ടാകില്ല എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. അതിനാൽ ഈ യോഗത്തിൻ്റെ ശ്ലോകം നിങ്ങൾ ശ്രദ്ധിക്കുക. വിഷമശരീരോ ഹ്രസ്വോ ധനരഹിത യാജിനാശനോ മൂർഖ ഗമ്യ സർവസ്യ തഥാ രവി ശശികുജ സൗരി സംയോഗേ. ഇവിടെ രവി ശശി കുജ സൗരി സംയോഗേ 4 ഗ്രഹങ്ങളുടെ യോഗം. രവി, കുജ, ചന്ദ്രൻ, ശശി, സൗരി സൂര്യസ്യ അപത്യം പുമാൻ, സൂര്യപുത്രനായ ശനി, ഇവയുടെ സംയോഗത്തിൽ ഉണ്ടാകുന്ന വ്യക്തി ആരാകുന്നു? വിഷമശരീര ഭവതി. അദ്ദേഹത്തിന് അംഗത്തിന് പരിമിതി ഉണ്ടാകുന്നു. വിഷമം ശരീരം യസ്യ സഹ വിഷമശരീര. അദ്ദേഹം അംഗപരിമിതനാകുന്നു. അദ്ദേഹത്തിന് അംഗവൈകല്യമുള്ള വ്യക്തിയായി തീരുമെന്ന് ചുരുക്കം. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഹ്രസ്വ, അദ്ദേഹം ഉയരം കുറഞ്ഞ വ്യക്തിയായിരിക്കുമെന്നും പറയുന്നു. ധനരഹിത ഭവതി, സഹ ധനേന രഹിത ഭവതി ധനഹീന ഭവതി. ധനമില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം. ധനികനല്ല, ദരിദ്രനാകുന്നു. പിന്നീട് അദ്ദേഹം യാജിതാശന ഭവതി, തൻ്റെ അന്നത്തിന് വേണ്ടി മറ്റുള്ളവരോട് യാചിക്കുന്ന അവസ്ഥ അദ്ദേഹത്തിനുണ്ടാകും. യാചിച്ച് ജീവിക്കേണ്ടി വരുന്നു. യാചകൻ്റെ വേഷം കെട്ടേണ്ടി വരുന്നു. പിന്നീട് മൂർഖ സ്വഭാവമാണ്, ദുഷ്ട സ്വഭാവം വെച്ച് പുലർത്തുകയും ചെയ്യും. ഗമ്യ സർവസ്യ തഥാ അപ്രകാരം ഗമ്യ സർവസ്യ ഗമ്യ ഭവതി. അദ്ദേഹം എല്ലാവർക്കും അധീനനായി നിൽക്കുന്നു. തലകുനിച്ച് മറ്റുള്ളവർ പറഞ്ഞതുപോലെ ആശ്രയിക്കേണ്ടി വരുന്നു, അന്യനെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നർത്ഥം. ഒരു നല്ല യോഗമല്ല ഇത്. ശ്രദ്ധിക്കുക. ഈ 4 ചതുർഗ്രഹ യോഗം ഒരു വ്യക്തിയുടെ ജാതകത്തിലുണ്ടെങ്കിൽ അദ്ദേഹം വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്തേ.